നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇന്ത്യ എപ്പോഴെങ്കിലും ശക്തിയുക്തമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു പ്രധാനമന്ത്രിക്ക് നേരെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ആക്രമണം ഉണ്ടാകും. ഇന്ദിരാഗാന്ധിക്കാണ് ഇത് ആദ്യം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആദ്യം നേരിടേണ്ടി വന്നത് ഈ പറയുന്ന പോലെ അവരെ ഇലക്ഷൻ അതായത് ഇലക്ഷൻ റിസൾട്ട് റദ്ദ് ചെയ്യുന്ന ഒരു കോടതി വിധി ഉണ്ടാകുന്നു. അതിനുശേഷം അവർക്ക് മനസ്സിലാകുന്നു ശത്രുക്കൾ അകത്തും പുറത്തും ഉണ്ടെന്ന് മനസ്സിലാകുന്നു. അതിനുശേഷം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഒടുവിൽ ഇവർക്കൊരിക്കലും മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള 6 വർഷത്തെ വിലക്ക് കിട്ടുന്നു. പിന്നീട് ഭരണത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന പേടി പലർക്കും ഉണ്ടാകുന്നു. പിന്നെ നമുക്കറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. ഇന്ദിരാഗാന്ധി ബ്രൂട്ടലി കൊല്ലപ്പെടുകയാണ്. സ്വന്തം ഗാർഡുകളെ തന്നെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. അതിനുശേഷം നമ്മൾ കണ്ട മറ്റൊരു എന്താണ് പറയുക, ഒരു ശക്തനായിട്ടുള്ള പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അവിടെയും രാജ്യം ശക്തിയുക്തം മുന്നോട്ട് പോകുന്നതാണ് കാണുന്നത്. അമേരിക്കയുടെ തിട്ടൂരങ്ങളെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. 2008 ബോംബെ ആക്രമണം നടന്ന സമയത്ത് നമുക്ക് ആക്രമിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അമേരിക്ക ഒന്ന് പറഞ്ഞു, അവിടെ എലിയിടാന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ ചിദംബരത്തിൻ്റെ പ്രസ്താവനയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ അമേരിക്കയെ ധിക്കരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇന്ത്യ. വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളങ്ങനെ നിൽക്കുന്നത്. മുമ്പ് വാജ്പേയിയുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇന്ത്യ നിന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ വീണ്ടും ഒരു ചരിത്രം ആവർത്തിക്കുമോ എന്നൊരു ഭയം പലർക്കുമുണ്ട്. അതായത് നരേന്ദ്രമോദി അരുതാത്ത എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി പലർക്കുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മളിവിടെ പറയുന്നൊരു പേരുണ്ട്, ഡീപ് സ്റ്റേറ്റ്, അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ്, ജോർജ് സോറോസ്, ഇത്തരം പേരുകൾ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ചുമ്മാ നിങ്ങൾ പടച്ചു വിടുന്നതാണ്, ഇങ്ങനെയൊന്നും ആൾക്കാരൊന്നുമില്ല, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നേപ്പാളിൽ സംഭവിച്ചത്, ഈ പറയുന്ന ഇവിടെ ബംഗ്ലാദേശിൽ സംഭവിച്ചത്, ശ്രീലങ്കയിൽ സംഭവിച്ചത്, ഇവിടെ എല്ലാം അമേരിക്കയ്ക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇന്ത്യയിൽ ഇവരെന്തായിരിക്കും ഒരു അശാന്തി ഉണ്ടാക്കാൻ വേണ്ടി, അതായത് ഭരണം അട്ടിമറിക്കാൻ വേണ്ടി ചെയ്യുന്നതെന്നുള്ള ചോദ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇവാഞ്ചലിസം, അതായത് ക്രിസ്ത്യൻ മത പരിവർത്തനം. ഇത് അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ രാജ്യമാണല്ലോ. അവരിവിടെ പയറ്റുന്ന ഒരു സംഭവം അതാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഇവാഞ്ചലിക്കൽ ഈ സൊസൈറ്റികൾക്ക് ഇങ്ങനെയുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്, അമേരിക്കയിൽ നിന്ന് ഫണ്ടുകൾ വരുന്നുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ മഹാരാഷ്ട്ര ഈ താനെയിൽ ഇത്തരത്തിലൊരു ഒരു മതപരിവർത്തകനെ പിടികൂടുകയാണ്. അത് ഒരു പാസ്റ്ററാണ്, ഇദ്ദേഹം വിദേശിയാണ്. ഇതിലേറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അമേരിക്കയിലെ ഒരു സൈനികൻ കൂടിയാണ്. അപ്പോൾ അവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാവുകയല്ലേ സാർ? വിജയ് പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ശക്തരായ ഭരണാധികാരി എന്നിപ്പം വിലയിരുത്താൻ പറ്റുന്നത്, ഒന്ന് ഈ പറഞ്ഞതുപോലെ നമ്മുടെ തീരുമാനങ്ങൾ ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയായിരുന്നു ഈ പറയുന്നത് പോലെ ഇന്ദിരാഗാന്ധി. അവരുടെയൊക്കെ പാർട്ടിക്കകത്തും അല്ലെങ്കിൽ മറ്റു ചില സ്വേച്ഛാധിപത്യ സ്വഭാവങ്ങളുണ്ടായിരുന്നു. അത് ഇന്ത്യയെ ബാധിക്കുന്നതല്ല. പക്ഷേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുൻഗണന കൊടുത്തിട്ട് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുത്തു പോയിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു. അപ്പോൾ അമേരിക്കൻ താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടാതെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യാദൃച്ഛികമല്ല അവരുടെ മരണം. അതിനകത്ത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ബന്ധമുണ്ടെന്നും അല്ലെങ്കിൽ അങ്ങനെ അവരുടെ താല്പര്യം ഉണ്ടായിരുന്നുവെന്നും ആ താല്പര്യത്തിൻ്റെ പിറകിൽ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അമേരിക്ക ഉണ്ടായിരുന്നു എന്നുള്ള വാർത്ത, അതിന് വ്യക്തതയില്ല. അല്ലെങ്കിൽ ആ ഒരു വാർത്ത ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്, സംശയം നിൽക്കുന്നുണ്ട്. US-ൻ്റെ കരങ്ങൾ ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ പദത്തിന് പിറകിലുണ്ടായിരുന്നു. അതിനുശേഷം രാജീവ് ഗാന്ധിയുടെ പദത്തിനും അത്തരത്തിലൊരു പേരുദോഷം ഉണ്ട്. പക്ഷേ അതൊന്നും വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളാണ്. എന്നാൽ ചില കാര്യങ്ങളുണ്ടല്ലോ വ്യക്തമാണ്, അവ്യക്തമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഈ ലോകക്രമത്തിനകത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് എല്ലാവരും പോകും. അവർക്ക് അവരുടേതായ നിയമമാണ്. അവർ തീരുമാനിക്കുന്നതാണ് നിയമം. അവർ ചെയ്യുന്ന ഒരു കാര്യം തന്നെ മറ്റൊരു രാജ്യം ചെയ്താൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് നിയമവിരുദ്ധമാവും. ഇപ്പം ഉദാഹരണം, ഒസാമ ബിൻ ലാദനെ ഈ പറയുന്ന പോലെ പാകിസ്ഥാനിൽ ചെന്നിട്ട് അവിടുന്ന് അവരറിയാതെ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഈ നേരെ മറിച്ച് ഇതേ പ്രവൃത്തി തന്നെ ഈ ഇന്ത്യക്കെതിരെ നിരന്തരം ഈ പറയുന്ന പോലെ ആരോപണങ്ങളും ഭീഷണികളും മുഴക്കിക്കൊണ്ടിരിക്കുന്ന പന്നുൻ എന്ന് പറയുന്ന ഒരുത്തൻ അമേരിക്കയിൽപ്പെടും. നമ്മളെന്ന് പറയാമെങ്കിൽ പറയും ആ രാജ്യത്തേക്കുള്ള കടന്നുകയറ്റമാണ്. അല്ലെങ്കിൽ അത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇത് അമേരിക്കയ്ക്ക് ശത്രുവായിട്ട് നിൽക്കുന്ന ഒരാൾ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തുണ്ടെങ്കിൽ അവർ കടന്നു കയറും, അവനെ അവിടുന്ന് പിടിച്ചുകൊണ്ട് പോകും, അവനെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. ഇത് അമേരിക്കയ്ക്ക് പറ്റും. അമേരിക്കയുടെ ഭാഗമായിട്ട് ഇരിക്കുന്ന വേണമെങ്കിൽ ഇസ്രയേലിന് പറ്റും, ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റും. വേറെ ആരെങ്കിലും ചെയ്തത് കുറ്റമാണ്. അധിനിവേശം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമായിട്ട് മാറും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പം എന്ത് വന്നണക്കെയും ഈ പറയുന്ന ലോകക്രമത്തിൽ ഈ അമേരിക്കയുടെ തിട്ടൂരങ്ങളെ
ഏറ്റവും ആദ്യം ഇപ്പം മുന്നോട്ട് പരിശോധിക്കുമ്പോൾ ഇന്ത്യ അങ്ങനെ വേണ്ട, ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കപ്പുറം അമേരിക്കയല്ല ആര് നിന്നാലും അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അപ്പം ഇതിനകത്ത് നേരത്തെ വന്ന ചില വാർത്തകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ നേരത്തെ വന്ന വാർത്തകളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്കകത്ത് റെസ്യൂം ചേഞ്ച് ഇനി നടക്കത്തില്ല, ഇന്ത്യക്കകത്ത് പഴയ പോലെ കലാപങ്ങൾ ഇനി നടക്കത്തില്ല, ഇന്ത്യക്കകത്ത് ഈ പറയുന്ന പല ഘട്ടങ്ങളിലും ഇവർ ചെയ്തിട്ടുള്ള വരവ് ഇവർക്ക് താല്പര്യമല്ലാത്ത ഭരണാധികാരികൾ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ ആ രാജ്യത്തെ അട്ടിമറിക്കാറുണ്ട്. ഈ പറയുന്ന ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഇടപെടലുണ്ടെന്നാണ് പറയുന്നത്. നേപ്പാളിൽ ഈ അവസാനം അമേരിക്കയുടെ ഇടപെടലുണ്ടെന്നാണ് പറയുന്നത്. ജപ്പാനിൽ ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരി മാറി, മോദിക്ക് താല്പര്യമില്ലാത്ത ഭരണാധികാരി ആയിരുന്നു, അതിനുശേഷം മാറി. അപ്പം അങ്ങനെ ഇന്ത്യക്കകത്ത് ഇനി നടക്കുന്ന ഒരവസ്ഥയില്ല. രണ്ടാമത്, ഇന്ത്യയിൽ ഇപ്പം നിലവിലിരിക്കുന്ന അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ദേശീയ മാധ്യമങ്ങളിൽ, അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ഇരിക്കുന്ന പാർട്ടിയെ അടുത്ത കാലത്തെങ്ങും മാറ്റി മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരാനുള്ള സാധ്യത ഇന്ത്യയിൽ എങ്ങനെ നോക്കിയാലും ഇല്ല. ഇതിനുള്ള സാധ്യത വളരെ കൃത്യമായിട്ട് 2024 നോക്കിയിട്ട് പരാജയപ്പെട്ടതാണ്. അന്ന് നടക്കുമെന്ന് തീരുമാനിച്ചാണ്. നീ പറഞ്ഞ ജോർജ് സോറസും അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റും. അപ്പോൾ അതിവിടെ നടന്നിട്ടില്ല. അവരുടെ പിറകിൽ ശക്തമായിട്ടുള്ള നീക്കമുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിനകത്ത് ആ പാർട്ടിക്കും ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിനും അതിന് കൃത്യമായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് BJP ഭരിച്ചോട്ട് ഇന്ത്യയെ ശക്തമാക്കി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരി ആരാ? മോദി ആയിക്കോട്ടെ. അപ്പോൾ മോദിയെ കൈകാര്യം ചെയ്താലോ, അപ്പോൾ മോദി എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതായാൽ തന്നെ ഒരു പരിധിവരെ ഇപ്പോഴത്തെ നീക്കത്തിന് ഒരു തടസ്സം അല്ലെങ്കിൽ തടയിടാൻ സാധിക്കും. പിന്നെ അതേപോലെ നീങ്ങിക്കൂടായികയില്ല. പക്ഷേ അതിന് എങ്ങനെ വന്നാലും ഒരാൾ നയിച്ചുകൊണ്ട് പോകുന്നതും ഒരാൾ പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നതിനും ഒരു വിഘ്നം വന്നാൽ ആ ഒരു പ്രശ്നം ഒരു പരിധിവരെ അവിടെ ഒരു ബ്രേക്ക് ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ പിന്നെ ആലോചിച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പം പറഞ്ഞതുപോലെ ഇതിന് ആക്കം കൂട്ടുന്നതും സംശയം ഉണ്ടാക്കുന്നതുമായിട്ടുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ പലവട്ടമായി. നേരത്തെ ബംഗ്ലാദേശിൽ ഒരു അമേരിക്കൻ കമാൻഡോ കൊല്ലപ്പെട്ടു. ആര് കൊന്നു എന്നറിയത്തില്ല. അതിനകത്ത് ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ പറയുന്നതിലെ രഹസ്യാന്വേഷണ വിഭാഗമാണ് കൈകാര്യം ചെയ്തത്. ഈ കമാൻഡോ കൊല്ലപ്പെട്ടതിനെ പറ്റി ബംഗ്ലാദേശിൽ യാതൊരു ഇതില്ല. കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ബോധ്യമാണ്. സാധാരണ ഒരു അമേരിക്കൻ പൗരൻ എവിടെ അംഗീകാരം കിട്ടും? ഞാൻ അമേരിക്കക്കാരനാന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങും തൊടത്തില്ല ഒരു രാജ്യത്ത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് വിലയുള്ള, അവരെ തൊട്ടാൽ ആ രാജ്യത്തിന് തന്നെ പ്രശ്നം ഉണ്ടാകും. ഇപ്പോൾ ഇന്ത്യക്കാരനും അവരേക്ക് ഉണ്ട് കേട്ടോ. നിങ്ങൾ തിരക്കിയാൽ പോയി ഇന്ത്യക്കാരനാന്ന് പറഞ്ഞിട്ട് GCC രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, മറ്റേത് രാജ്യങ്ങളിൽ ചെന്നാലും അംഗീകാരമുണ്ട്. നേരത്തെ ഇവിടുത്തെ നമ്മൾ ഈ ബംഗാളിയെ അടിച്ച് പോലീസ് സ്റ്റേഷനിൽ വെക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ ഞാൻ പറഞ്ഞ വില നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അമേരിക്കക്കാരൻ ആ സ്ഥാനത്താണ് ബംഗ്ലാദേശ് പോലുള്ള സ്ഥലത്ത് ഒരു പട്ടാളക്കാരൻ പട്ടി അത്തോലെ കിടക്കുന്നു. അമേരിക്കയ്ക്കും കംപ്ലൈൻറ്റ്, ബംഗ്ലാദേശിനും കംപ്ലൈൻറ്റ്. ഇത് ഇന്ത്യയെ ലക്ഷ്യം വെച്ചു, നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചിരുന്നു അയാൾ എന്നതാണ് വരുന്ന റിപ്പോർട്ടുകൾ. വ്യക്തതയില്ല. അതിനകത്ത് നമ്മളും കൂടുതൽ ആ വാർത്ത വലുതായിട്ട് കൊടുത്തിട്ടില്ല, ആഭ്യന്തര വിഷയമായതുകൊണ്ട്. ഇപ്പോൾ ഇന്നലെ ഈ താന നന്ദിനി എസ്റ്റേറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പത്താന എന്ന് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ മതപരിവർത്തനം, ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്, അതിനകത്ത് മതപരിവർത്തനമാണ് അവരുടെ ഉദ്ദേശം. അവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നു. അതിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന ഒരു ഗണപതി സപ്പ എന്ന് പറയുന്നത് മനോജ് ഗോവിന്ദ എന്ന് പറയുന്ന ആൾക്കാരുടെ നേതൃത്വത്തിൽ ഈ പറയുന്നത് പോലെ അവിടെ ഈ നമ്മുടെ പറയുന്ന മതപ്രഭാഷണം നടക്കുന്നു. ആ മതപ്രഭാഷണത്തിൻ്റെ ഇടയ്ക്ക് ഇത് മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള രീതിയിലേക്ക് സംസാരം വരുന്നു. അവിടുത്തെ നാട്ടുകാർ ഇടപെടുന്നു. അല്ലെങ്കിൽ മതപരിവർത്തനം മറ്റ് പല ഈ ഹിന്ദു മതത്തിനെയൊക്കെ മോശമായിട്ടാണ് പറയുന്നത്. നാട്ടുകാർ പിടികൂടുന്നു. ഇതിൻ്റെ നേതൃത്വം കൊടുത്തവരെ പിടിക്കുന്നു. ഈ പറയുന്ന ഇവൻ്റെ പേര് ഈ പറയുന്ന US ആർമി മേജർ അല്ലെങ്കിൽ ജെയിംസ് വാട്സൺ എന്ന് പറയുന്ന ആളാണ് പാസ്റ്റർ. അയാൾ അമേരിക്കക്കാരനാണ്. പരിശോധിച്ചപ്പോൾ ഇയാൾ ഇവിടത്തേക്ക് ബിസിനസ് വിസയിൽ വന്നിരിക്കുന്നു. പക്ഷേ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറഞ്ഞാൽ ഇയാൾ ഇപ്പോഴും നിലവിൽ സർവീസിലുള്ള ഈ പറയുന്നത് പോലെ ആർമി മേജർ ഓഫീസറാണ്. അവിടുത്തെ 2ാം ബറ്റാലിയൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഇയാൾ. നിലവിലുണ്ട്. അയാളുടെ ബിസിനസ് വിസയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇയാളുടെ പണി എന്ന് പറഞ്ഞാൽ മതപരിവർത്തനം അല്ലെങ്കിൽ പാസ്റ്റർ എന്നുള്ള രീതിയിലേക്കാണ് ഇതുവരെ പോലീസിന് കിട്ടിയിരിക്കുന്ന മൊഴിയും അല്ലെങ്കിൽ റിപ്പോർട്ടും ദീർഘമായിട്ട് പരിശോധിക്കുന്നു. അപ്പം ഇയാൾ ഇവിടെ വന്ന് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്, നിങ്ങൾക്കറിയാമല്ലോ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പലയിടത്തും ഈ പറയുന്നത് പോലെ മതപരിവർത്തനം ദീർഘമായിട്ട് നടക്കുന്നുണ്ട്. അതിന് ഫണ്ട് വരുന്നുണ്ട്. ഇപ്പം പണ്ടത്തെ പോലെ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ മതപരിവർത്തനത്തിന്
മറ്റ് രാജ്യങ്ങളിലുള്ള പുരോഹിതരെ അനുവദിക്കുന്നില്ല. അത് ഈ പറയുന്നത് പോലെ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിൻ്റെ ആൾക്കാരെ അനുവദിക്കുന്നില്ല. മുസ്ലിം മതം, അതിൽ ബംഗ്ലാദേശിനൊക്കെ നേരത്തെ അവിടെ കയറി ഇതുപോലെ സംസാരിക്കുന്നു. ഇപ്പോൾ അവരെ ഒന്നും അനുവദിക്കുന്നില്ല കൃത്യമാണ്. അപ്പോൾ ഇതേ രീതിയിൽ വേറെ രീതിയിലേക്കാണ്. ഇപ്പം നമുക്കിതിനകത്ത് ഒരു പട്ടാളക്കാരൻ അല്ലെങ്കിൽ അമേരിക്കൻ പട്ടാളക്കാരൻ ബംഗ്ലാദേശിൽ മരണപ്പെടുകയും ആ വാർത്തയ്ക്കകത്ത് നമ്മുടെ പാകിസ്ഥാനകത്ത് ഒരു സൈനിക കേന്ദ്രം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നല്ലോ, ആ സൈനിക കേന്ദ്രം ആക്രമിച്ചണക്കെ പാകിസ്ഥാൻ പട്ടാളക്കാർ കൊല്ലണപ്പെട്ടണക്കെ അവർക്ക് യാതൊരു വിധമായിട്ടും അവർ അത് ഗോപ്യമായിട്ട് വെച്ചിരുന്നു. കൊന്നത് നമ്മളാണ്, നമുക്കും അറിയാം. മരിച്ചത് അവർക്കും അറിയാം. ആ സൈനിക കേന്ദ്രം അവരുടെ നേതൃത്വത്തിലാണെന്ന് പറയും. പക്ഷേ അത് വെളിവിടാൻ പറ്റാത്ത രഹസ്യം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശിൽ മരിച്ച കമാൻഡോ അവരുടേതാണെന്നറിയാം. അത് ആര് വിട്ടതാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. എന്തിനു വേണ്ടതാണെന്ന് അമേരിക്കയ്ക്ക് അറിയാം. ഇതിനെ ഈ അജ്ഞാതനാണ് കൊന്നിരിക്കുന്നത്, അല്ലെ കൊന്നത് ആരാണെന്നുള്ള കാര്യത്തെപ്പറ്റി ഇതൊരു വ്യക്തതയില്ല. അത് ഇന്ത്യയാണെന്ന് പറയുന്നത്. അത് കൊന്നവനും അറിയാം, ചത്തവനും അറിയാം. ഈ വാർത്ത വെളിയിൽ വരാത്തതിൻ്റെ ഒരു കാര്യം അറിയാമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇയാൾ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരൻ, നമ്മുടെ ഇവിടുത്തെ ഒരു പട്ടാളക്കാരൻ വെളിയിൽ പോകണമെങ്കിൽ എവിടാണെന്നുള്ള കാര്യം പട്ടാളത്തിന് കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞേ പോകാൻ പറ്റും. അവധിക്ക് വന്നാലും ആ പട്ടാളക്കാരൻ ആ സമയത്ത് തിരിച്ച് അല്ല ചെന്നില്ലെന്നുണ്ടെങ്കിൽ അന്വേഷണം വരും. പട്ടാളത്തിന് മാറി നിൽക്കാൻ നോക്കും. ഇതേ നിയമമൊക്കെ തന്നെയാണ് അമേരിക്കൻ പട്ടാളത്തിൽ. അപ്പോൾ അമേരിക്കൻ പട്ടാളക്കാരൻ അവിടുന്ന് ഇന്ത്യയിലേക്ക് എന്തിനാ ബിസിനസ് വിസ എടുത്ത് വരുന്നത്? പോട്ടെ, ബിസിനസ് വിസ എടുത്ത് വരാനുള്ള അനുവാദം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ പറ്റുമായിരിക്കുമെങ്കിൽ തന്നെ ഇവിടെ വന്നിട്ട് അയാൾ ബിസിനസ് വിസയിൽ വരുന്ന ആൾ ബിസിനസ് ആണല്ലോ ചെയ്യേണ്ടത്. അയാൾ ഇവിടെ മതപരിവർത്തനത്തിന് വേണ്ടി വരുന്നു. മാത്രമല്ല ട്രംപ് ഭരണകൂടത്തിന് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ട്രംപിന് പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ് റെസ്യൂം ചേഞ്ചിന് വേണ്ടി ഇന്ത്യയിൽ വളരെ കൃത്യമായിട്ട് ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. നമ്മൾ ഇന്ത്യ മഹാരാജ്യത്ത് 2014 ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യം മോദി ഇവിടെ നോട്ടം വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ ഇവിടെ വേണ്ടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒന്ന് ഏറ്റവും അധികം മതമൗല്യവാദികൾ, അതായത് SDP, PDP എന്നൊക്കെയുള്ള അതിനെ ഒരുമാതിരി കൈകാര്യം ചെയ്തു. ഇനിയിപ്പോൾ അതിൻ്റെ സ്കെൽറ്റൻ അവിടെ ഇവിടെ കിടപ്പുണ്ട്, അത് പരിശോധിച്ചുകൊണ്ടിരിക്കും. 2 മാവോയിസ്റ്റുകൾ, പിന്നെ ഈ അറബ് നക്സലൈറ്റുകൾ, പിന്നെ അത് ഈ പറയുന്നത് പോലെയുള്ള മതപരിവർത്തനം അല്ലെങ്കിൽ NGOs, ഈ വെളിയിൽ നിന്ന് ഫണ്ട് വരുന്ന NGOs, നമ്മുടെ സോറസിൻ്റെ ഒക്കെ കൂട്ടുള്ളൂ. അതുപോലെ തന്നെ ചില സ്വാധീനത്തിലുള്ള മാധ്യമങ്ങൾ, അതിൻ്റെ കൂടെ ഏറ്റവും അവസാനം വെച്ചിരിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റ്. ഇവർ ചെയ്യുന്ന ജോലി തന്നെ ഇവരും ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് മതപരിവർത്തനം നടത്തുന്നു. അത് പറയുന്നത് പോലെ മതപരിവർത്തനം ഏതെങ്കിലും ഇപ്പം ഇവിടെ നിന്നിട്ട് നമ്മുടെ ഒരു മതത്തിൻ്റെ ഒരു അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ഒരു പുരോഹിതൻ ഇവിടെ നിന്നിട്ട് ഹിന്ദുവിൻ്റെ കാര്യങ്ങൾ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് നിർബന്ധിച്ച ആൾക്കാരെ മതപരിവർത്തനം നടത്താൻ നോക്കിയാൽ മതി. മുസ്ലിമിൻ്റെ ആയാലും അവരുടെ മതത്തിൻ്റെ അകത്ത് നന്മകളും കാര്യങ്ങളൊക്കെ അത് പറയുന്നത് കുഴപ്പമില്ല. ഇതല്ല, മതപരിവർത്തനം നടത്തുകയാണ്, മറ്റു മതത്തെ കുറ്റപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ആദിവാസി കേന്ദ്രങ്ങളിൽ നിവൃത്തിയില്ലാത്തടത്തും ബീഹാർ പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല, ഞങ്ങളുടെ കൂടെ ഒരു യേശു നമ്മളെ രക്ഷിക്കും, നിങ്ങൾക്ക് വേറെ സാമ്പത്തിക സഹായിച്ച മതപരിവർത്തനത്തിന് ഇതുപോലെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലേ, ഈ ഇതുപോലെ വെള്ളം എടുത്തുകൊണ്ട് വരിക, തടിയും കൊണ്ടുണ്ടാക്കിയ ക്രിസ്തുവിനെയും കല്ലുകൊണ്ടുണ്ടാക്കിയ കൃഷ്ണനെയും ഒരേപോലെ ഇരിക്കും. ഇത് കാണിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പം തന്നെ പരീക്ഷിക്കുക, ഏത് ദൈവത്തിനെ ശക്തി വെള്ളത്തിലിടും, കൃഷ്ണൻ ഈ കല്ലുകൊണ്ടുണ്ടാക്കേണ്ട താന്നു, മറ്റേത് പൊങ്ങിക്കിടക്കണ്ട, ഞങ്ങൾ ശക്തിയുള്ള ദൈവം പൊങ്ങിക്കിടക്കുന്നു, മറ്റേത് താന്നു. ഇതേ രീതിയിൽ, അതായത് അത്രയ്ക്കുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിന്നിട്ട് അവർക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗ്ഗമില്ലാത്തവരും വീടില്ലാത്തവർക്കും വേറെ സംവിധാനം ഇല്ലാത്തവർക്കും ഇതൊക്കെ ഒരുക്കി കൊടുത്ത് ഇങ്ങനെ അവരെ മാറ്റിയിട്ട് എന്നിട്ട് അവരുടെ മാനസികാവസ്ഥ മാറ്റിയെടുക്കുക. അവരെ ആദ്യം ഇതേ രീതി ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ പറയുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ഭരണാധികാരി ദൈവവിരുദ്ധനാണ്, അല്ലെങ്കിൽ അയാളെ മാറ്റേണ്ടതായിട്ടുണ്ട്, ദൈവകോപം ഉള്ളവനാ, അയാൾ കണ്ടോ, അയാൾ ഏത് മതത്തെ വിശ്വസിക്കുന്നു, ഇങ്ങനത്തെ ഒരു രീതിയിലേക്ക്, അങ്ങനത്തെ റെസ്യൂം ചേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ ഇവിടെ അടിച്ചമർത്തപ്പെടുകയും മറ്റു രീതിയിലൊക്കെ മാറ്റപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ഉദ്ദേശത്തോടു കൂടി ഒരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിനകത്ത് നിന്നൊരു പട്ടാളക്കാരൻ വരണമെങ്കിൽ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ല. പല മുഖത്തിലാണല്ലോ പലരും ഇവിടെ വന്നിട്ടുള്ളത്. നേരത്തെ ബോംബെ ഭീകരാക്രമണ കേസിനകത്ത് നടത്തുന്നതിന് വേണ്ടി അയാൾ വന്നെങ്ങനെ, അവനും ബിസിനസ് വിസയിൽ ഇവിടെ വന്നേ. മനസ്സിലാവുന്നുണ്ട്? ഈ വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ കടന്നു കയറുന്നതിന് ശ്രദ്ധിക്കാത്ത രീതിയിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടാകണം. അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു കാര്യം അതിൻ്റെ ആഭ്യന്തര വിഷയമായതുകൊണ്ട് ഇപ്പം പറഞ്ഞിരിക്കുന്നത് അയാൾ പാസ്റ്റർ പണിക്ക് അല്ലെങ്കിൽ ഈ ഇവാഞ്ചലിക്കൽ ക്രൈസ്റ്റിന്റെ മതപരിവർത്തനത്തിന് വേണ്ടി വന്നിരിക്കുന്നു. അതൊരു പട്ടാളക്കാരൻ അങ്ങനെ വരുമോ, അതിന് അനുവദിക്കാൻ പറ്റുമോ, ലക്ഷ്യം മോദിയാണോ എന്നുള്ള രീതിയിലേക്കൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതായാലും വളരെ സൂക്ഷ്മമായിട്ടും കൃത്യമായിട്ടും
നിരീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യത്തിനകത്തും ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇതിപ്പം നാട്ടുകാരും നമ്മൾ ഈ പറയുന്നത് പോലെ ഇന്ത്യക്കകത്ത് പഴയതുപോലെയല്ല, എല്ലാത്തിനകത്തും ഇപ്പം ഈ പറയുന്ന നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പോലെ നമുക്കുള്ള ആശങ്ക പോലെ ഓരോ ഈ കേരളത്തിനകത്ത് ഉണ്ട്. പക്ഷെ കേരളത്തിനകത്ത് താല്പര്യം വേറെ ആയിരിക്കും. പക്ഷെ വടക്കേന്ത്യ താല്പര്യം അങ്ങനെയല്ല. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നിൽക്കുന്നവർക്ക് അതിനുള്ള അനുവാദം കൊടുക്കാനോ അല്ലെങ്കിൽ ആ നീക്കങ്ങൾ ജനം പോലും ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ത്യ മഹാരാജ്യം പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ താരിഫിൻ്റെ വിഷയത്തിൽ ഏറ്റെടുക്കാൻ പറയുമ്പം ഇന്ത്യക്കാരനെ ഏറ്റെടുക്കുക, പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ പറയുമ്പോൾ ഏറ്റെടുക്കുക. അപ്പം ഭരണാധികാരികൾ അല്ലെങ്കിൽ രാജ്യ താല്പര്യം മുൻനിർത്തി ആ മാനസികാവസ്ഥയിൽ പോകുന്ന ജനം കൂടുതലുള്ള ഒരു രാജ്യമായിട്ട് മാറുന്നു, അത്തരത്തിലേക്ക് നീങ്ങുന്നു. ഏതായാലും ഈ പാസ്റ്റർ, ഈ പറയുന്ന ആർമി ഓഫീസർ അല്ലെങ്കിൽ ഈ പറയുന്ന US ആർമി മേജർ ജെയിംസ് വാട്സൺ ദുരൂഹതയുടെ ആളാണ്. ഇപ്പം നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്നത് അയാൾ പാസ്റ്റർ അല്ലെങ്കിൽ ഇവാഞ്ചലിക് ക്രൈസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു മതപരിവർത്തന ലോബിയുടെ ആളാണെന്ന് പറയുന്നു. പക്ഷേ ഒരു പട്ടാളക്കാരനായതുകൊണ്ടും ഇത്തരത്തിൽ ബിസിനസ് വിസയിൽ വന്നതായതുകൊണ്ടും ഒക്കെ അതിൻ്റെ അകത്ത് ചില സംശയങ്ങളുണ്ട്. ബംഗ്ലാദേശിൽ ഇതേപോലെ ഒരു കമാൻഡോ അജ്ഞാതൻ്റെ വെടിയേറ്റ് മരിച്ചപ്പോൾ ഇതേ സംശയമുണ്ട്. ഒരുപക്ഷെ നേരത്തെ ഇന്ദിരാഗാന്ധിയെ ലക്ഷ്യം വെച്ചതുപോലെ അല്ലെങ്കിൽ ഈ പറയുന്ന രാജീവ് ഗാന്ധിയുടെ മരണം ഇതുപോലെ സംശയം ഉളവാക്കിയതുപോലെ മോദിയെ ലക്ഷ്യം വെക്കുന്നോ ഈ അമേരിക്ക? റെസ്യൂം ചേഞ്ച് നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് മോദിയെങ്കിലും മാറിയാൽ അതിനകത്ത് ചില താല്പര്യങ്ങൾ അപ്പം ആ രീതിയിലേക്കുള്ള കാര്യം പോകും. ഏതായാലും വരുന്ന ദിവസങ്ങളിലെ വാർത്തകളിനകത്ത് അതിനകത്ത് വ്യക്തത ഉണ്ടാകും. നമ്മൾക്കറിയാൻ പറ്റുന്നത് മാത്രമേ വെളിയിൽ വിടത്തുള്ളൂ. വെളിയിൽ വിടാൻ പറ്റുന്ന ആഭ്യന്തര വിഷയത്തിനകത്ത് വെളിയിൽ വിടാൻ പറ്റുന്ന വാർത്തകൾ മാത്രമേ വരുള്ളൂ. ഏതായാലും നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.